മുതലപ്പൊഴിയിൽ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങിയ സർക്കാർ ഇന്ന് പൊഴി മുറിക്കില്ല. സമരപ്പന്തലിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സമരക്കാർ തടഞ്ഞു. സമരക്കാരുമായി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചർച്ച നടത്തി. വലിയ വള്ളങ്ങൾ പോകും വിധത്തിൽ പൊഴി മുറിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല. എന്നാൽ മുതലപ്പൊഴിയിൽ അടിഞ്ഞ മണൽ നീക്കുന്നതിൽ പ്രതിസന്ധി തുടരുകയാണ്. അദാനി ഗ്രൂപ്പിന്റെ ഡ്രഡ്ജർ കൊണ്ടുവന്ന മണൽ നീക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. ഹാർബറിലുള്ള ബോട്ടുകളടക്കം കൊണ്ടുവന്നായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. അരുൺ സോളമൻ വിവരങ്ങളും ദൃശ്യങ്ങളുമായി. അരുൺ, വലിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് അവിടെ കാണുന്നത്. സമരക്കാർ അത്ര പെട്ടെന്ന് വഴങ്ങാൻ സാധ്യതയില്ല. കാരണം പലപ്പോഴും അവരോട് കള്ള വാഗ്ദാനങ്ങൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നും മണൽ നീക്കുമെന്ന പലതവണ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് ജീവനുകൾ അവിടെ പൊലിഞ്ഞ സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ എന്താണ് സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കുന്നു എന്നാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അരുൺ? ഈ ഭാഗത്തെ പൊഴി മുറിക്കണമെന്നായിരുന്നു. പക്ഷേ ഇന്ന് വന്നപ്പോൾ അതിലൊക്കെ നിലപാടുകൾ മാറ്റം വന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ പ്രധാനമായും പങ്കുവച്ചത് ഈ പൊഴി മുറിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തണം. ചർച്ച മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയതിനു ശേഷം ഒരു തീരുമാനത്തിലെത്താമെന്നായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിൽ വ്യക്തത വരുത്തേണ്ടതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് വലിയ വള്ളങ്ങൾ പുറംകടലിലേക്ക് ഇറങ്ങാൻ മതിയായ ഒരു സൗകര്യത്തോടു കൂടി തന്നെ പൊഴി മുറിക്കും എന്നുള്ളൊരു കാര്യം കൂടി പങ്കുവച്ചിരുന്നു. അതിൽ പക്ഷേ അവർ തയ്യാറാകുന്നില്ല. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് 78 മത്സ്യത്തൊഴിലാളികളാണ് മരണപ്പെട്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ പൊഴി മുറിച്ച് വലിയ വള്ളങ്ങൾ കടത്തിവിടാൻ അനുവദിക്കുമ്പോൾ അത് തീർത്തും അശാസ്ത്രീയമാണ്. അങ്ങനെ ഒരു കാര്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടായെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ നമുക്കൊപ്പം ഈ സമരസമിതിയിലുള്ള ആൾക്കാർ ചേരുന്നുണ്ട്. ചേട്ടാ, ഇത്തരത്തിലൊരു വലിയൊരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു പൊഴി മുറിക്കുമെന്ന്. ഇന്ന് സർക്കാർ അതിൽ നിന്നൊക്കെ വഴിമാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ വള്ളങ്ങൾ പുറത്തിറക്കുമെന്ന് പറഞ്ഞു. അതിനുള്ള സംവിധാനം ഒരുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടിയല്ല. ഇപ്പോൾ സംഭവം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ആരൊക്കെ ഇവിടെ ചെമ്മീൻ കൃഷി നടത്തുന്നുണ്ട്. ആ ചെമ്മീൻ കൃഷി 2 കോടി രൂപയുടെ, ഇന്നലെ അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, 2 കോടി രൂപയുടെ ചെമ്മീൻ കൃഷി നശിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ 27,000-ഓളം വരുന്ന തൊഴിലാളികളുടെയോ അവരുടെ കുടുംബങ്ങളെയോ അല്ലെങ്കിൽ ഈ മരിച്ചുപോയ 78 ജീവനുകളെയോ അവരുടെ കുടുംബങ്ങളെയോ അതിനെപ്പറ്റി യാതൊരു ഉത്കണ്ഠയുമില്ല അദ്ദേഹത്തിന്. വിഴിഞ്ഞം തുറമുഖത്ത് ഡ്രഡ്ജർ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അവകാശപ്പെട്ടത്. പക്ഷേ ഡ്രഡ്ജർ ഇല്ല. നിങ്ങളുടെ പ്രതിനിധികൾ സ്ഥലത്തെത്തി പരിശോധിക്കാനായിട്ട് അവർ പറഞ്ഞു. നിങ്ങളത് പോകാനും തയ്യാറായിട്ടില്ല. പക്ഷേ വലിയ ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ ഇവിടെ ഒരു പരിഹാരമുള്ളൂ എന്നുള്ളതല്ലേ? വിഴിഞ്ഞം മാത്രമല്ലല്ലോ, തിരുവനന്തപുരത്തിൻ്റെ മുട്ടത്ത് കിടപ്പുണ്ടല്ലോ 2 ഡ്രഡ്ജർ. വിഴിഞ്ഞത്ത് അവരില്ലെന്ന് അവർ പ്രൂഫ് ചെയ്ത് ഇവിടെ നമ്മളെ അറിയിച്ചു, പ്രൂഫ് ചെയ്തിരിക്കും. തൊട്ടടുത്ത മുട്ടത്തുണ്ട് ഡ്രഡ്ജർ. തൊട്ടടുത്ത ജില്ലമായ കൊല്ലത്ത് ഏകദേശം 4 ഡ്രഡ്ജർ കിടപ്പുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തൊരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള സാധനങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമല്ലോ. അതിനാരും തയ്യാറാവുന്നില്ലല്ലോ. അപ്പോൾ ഇത് മനഃപൂർവ്വം ഈ പ്രദേശത്തെ മുൻകാലങ്ങളിൽ നിങ്ങൾ തന്നെ ഇതിൽ പറഞ്ഞു 78ഓളം പേര് മരണപ്പെട്ട അഴിമുഖത്താണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഭരണ വർഷങ്ങളിൽ ഇവിടെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് അവർ മുൻകൂട്ടി തീരുമാനിച്ചതിൻ്റെ പ്രകാരം ഇത് ഇങ്ങനെ അടച്ചിടുക. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ എന്തോ ആയിക്കോട്ടെ, ഇവിടെയുള്ള മത്സ്യ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് പട്ടിണിയായിരുന്നാലും മരണപ്പെട്ടാലും അവരിവിടെ കടക്കണിയിലായാലും അവരുടെ യാനങ്ങൾ ഇവിടെ കിടന്ന് നശിച്ചാലും സർക്കാരിനൊരു വിഷമമില്ല. ഇവിടെ ഇനി സർക്കാരിൻ്റെ മുഖം മങ്ങുന്ന ഇനത്തിൽ ഒരു മരണവും ഇവിടെ സംഭവിക്കാൻ പാടില്ല. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളോട് ഈ അവഗണന.